വരൂ. ആ എല്ലാരും എത്തിയിട്ട് കുറെ നേരം ആയോ? ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു മഹാഭാഗ്യം തേടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞാനും എന്റെ മോന് ഇങ്ങനൊരു വിവാഹമായിരിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെന്താ പൃഥ്വിയുടെ അമ്മ എന്തോ താല്പര്യമില്ലാത്ത പോലെ സംസാരിക്കുന്നേ? അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എന്റെ ഭാര്യ സന്തോഷത്തോടെ സംസാരിച്ചാലും സങ്കടത്തോടെ സംസാരിച്ചാലും അവർക്ക് ഒരേ മുഖമാണ്. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതെ, ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനായിരുന്നു ഞാനും നാത്തൂനും തീരുമാനിച്ചത്. അപ്പോഴാ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്ന് വഴിപാടുണ്ടെന്ന് അമ്മ പറഞ്ഞത്. അല്ലേ അമ്മേ? അതെ അതെ, എന്റെ ഇഷ്ടം നോക്കി മാത്രം പെരുമാറുന്ന മകനും മരുമോളുമാണ് എനിക്കുള്ളത്. എന്റെ ഭാഗ്യം അല്ല ദേവാ? അതെ. പൂർണിമേ, സമയം കളയാതെ നീ വാങ്ങിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്ക്. ഗിഫ്റ്റോ? ആ അതെ, അഷിതമോൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. പല്ലവി അതിങ്ങെടുക്ക. ഇതാ അഷിതയ്ക്കുള്ള ഗിഫ്റ്റ്. എന്തിനാ പൂർണിമ ഇതൊക്കെ വാങ്ങിയേ? പൂർണിമയുടെ അനുജന്റെ ഭാര്യ ആവുന്നത് തന്നെയാ അഷിതയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനം. ഇത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മേടിച്ചതാ. ഹായ് ദുർഗ. ഹലോ. ഞാനാ പൂർണിമ, ധ്വനിമോളുടെ അമ്മ. ഇത് വാങ്ങിച്ചോ. എവിടെ ദുർഗയുടെ ഹസ്ബൻഡ്? ദുർഗേ, പൃഥ്വി എവിടെ? അവൻ കൂട്ടുകാർക്കൊപ്പം പുറത്തുണ്ട്. ഈ ഫോട്ടോയിൽ കിരണിന്റെ അമ്മയ്ക്കൊപ്പം ഒരാണും കൂടി ഉണ്ടായിരുന്നു. ഇതൊരു പക്ഷേ കിരണിന്റെ അച്ഛനായിക്കൂടെ?